ഹലോ എവറി വൺ. ആകാശം എന്ന മനോഹരമായ പ്രണയകഥയുടെ 40ാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടിപ്പോൾ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല ആലിസ് ആൻറ്റി, നിങ്ങൾ പേടിക്കാതിരിക്കി, കിരൺ ആലിസിനോട് പുഞ്ചിരിയോടെ പറഞ്ഞു. ആലീസ് അല്പം ഒരു ആശ്വാസത്തോടെ കസേരയിലേക്കിരുന്നു. മോനെ കിരൺ, അന്ന് അനുവിൻ്റെ ശരീരത്തിലാകെ ലഹരിയുണ്ടെന്ന് പറഞ്ഞ ശേഷം എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ മറ്റു വല്ല പ്രശ്നവും വരുമെന്ന്. ഇല്ല ആൻറ്റി, ഞാൻ വന്നത് എനിക്ക് അനുവിനെക്കുറിച്ച് മറ്റൊരു കാര്യം അറിയാൻ വേണ്ടിയാണ്. അവൻ സംസാരിച്ചു തുടങ്ങി. ആൻറ്റി, ഞാൻ അനുവിന് എൻ്റെ റിസോർട്ടിൽ ഒരു ജോലി നൽകി. 1 വർഷം അവൾ എൻ്റെ കീഴിൽ ജോലി ചെയ്തോളാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അന്നു മുതൽ അവൾ എൻ്റെ ഒരു ജോലിക്കാരിയാണ്. ആദ്യ മാസത്തെ ശമ്പളം പോലും അവൾ കൈപ്പറ്റിയിട്ടില്ല. അതിനർത്ഥം ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 1 മാസം പോലും തികഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നെൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം പറഞ്ഞറിയിക്കാനാവില്ല. എല്ലാ സമയത്തും എൻ്റെ മനസ്സിൽ നിറച്ചു അവളാണ്. എനിക്ക് എല്ലാ സമയത്തും അവൾ എൻ്റെ കൂടെ വേണമെന്നുള്ള ആഗ്രഹം മനസ്സ് നിറച്ചുകൊണ്ട്. പിന്നീട് ഞാൻ കാര്യമായിട്ട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിക്കും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. ലൈഫിൽ മരണം വരെ എൻ്റെ കൂടെ അവൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ട ആലിസിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. കിരണിനെ പോലെ സുന്ദരനും നല്ല സ്വഭാവക്കാരനുമായ ഒരു ചെറുപ്പക്കാരനെ അനുപമയ്ക്ക് ഭർത്താവായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അവർ സന്തോഷത്തോടെ കിരണിനെ നോക്കി. എന്നാൽ അവൻ വീണ്ടും തുടർന്നു. എൻ്റെ ഇഷ്ടം ഒരിക്കലും ഒരു നേരം പോക്കല്ല. എനിക്കും അനുവിൻ്റെ പ്രായത്തിലുള്ള ഒരനിയത്തിയുണ്ട്. പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന ശീലം എനിക്കില്ല. ഞാൻ ഒരാളോടും ഇതുവരെ അങ്ങനെ പെരുമാറിയിട്ടുമില്ല. പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ ഇഷ്ടം അനുവിനോടായി തുറന്നു പറഞ്ഞു. എനിക്കറിയാം അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അവൾ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ പലപ്പോഴും ഞാൻ ആ ഇഷ്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അവൾ എന്നോട് വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത്. എന്നെ സ്നേഹിക്കാൻ അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ആൻറ്റിയെ കാണാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? അവൾക്കെന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതെന്താണെന്ന് അവൾ എന്നോട് ഒരിക്കലും പറയില്ല. അവൾ പറഞ്ഞില്ലെങ്കിലും പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ആൻറ്റി എന്നോട് തുറന്നു പറയണം. പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് പരിഹരിച്ച് തീർക്കണം. കിരൺ ആത്മവിശ്വാസത്തോടെ ആലിസിനെ നോക്കി. ആലിസിൻ്റെ മുഖത്തും നിരാശ നിറഞ്ഞു. മോനെ കിരൺ, നീ പറഞ്ഞതും മനസ്സിലാക്കിയതും എല്ലാം സത്യമാണ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവളിങ്ങനെ പ്രതികരിക്കുന്നത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അമ്മ വീട് എന്ന ഒരു ഓർഫണേജിലാണ്. എൻ്റെ അച്ഛനായിരുന്നു ആ സ്ഥാപനം തുടങ്ങി വെച്ചത്. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ പ്രഭു സാറിൻ്റേതായിരുന്നു അമ്മ വീടിപ്പോൾ നിൽക്കുന്ന ആ 1 ഏക്കർ സ്ഥലം. ഇവിടുത്തെ നല്ലൊരു പണക്കാരനായ പ്രഭു സാർ ഒരു തികഞ്ഞ സാമൂഹ്യ സേവകനായിരുന്നു. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ അച്ഛന് നൽകിയതായിരുന്നു ആ പ്രോപ്പർട്ടി. പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേപ്പറുകൾ പ്രഭു സാറിൻ്റെ പേരിൽ നിന്നും ഇതുവരെ മാറ്റിയിരുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ആ പേപ്പർ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ 6 മാസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് അമ്മ വീടിന് ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. പ്രഭു സാറിൻ്റെ മകനായ വിഷ്ണു അമ്മ വീട് നിൽക്കുന്ന സ്ഥലം അവൻ്റെ അച്ഛൻ്റേതാണ്. അത് ഞങ്ങൾ അവിടെയുള്ള അന്തേവാസികൾ കൈയടക്കി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അന്വേഷണം വന്നപ്പോൾ ഞങ്ങളെല്ലാം കുറ്റക്കാരായി. ഞങ്ങൾക്ക് പ്രഭു സാർ ഈ സ്ഥലം സ്വന്തം ഇഷ്ടപ്രകാരം തന്നതാണെന്നതിന് തെളിവുകളൊന്നുമില്ലായിരുന്നു. ഒടുവിൽ കോടതിയുടെ ഉത്തരവ് വന്നു. ഒന്നുകിൽ 4 മാസം കൊണ്ട് ഞങ്ങൾ 50 പേരടങ്ങുന്ന അനാഥരായ മനുഷ്യർ അമ്മ വീട് ഒഴിഞ്ഞു പോവണം. അതല്ലെങ്കിൽ 1.25 കോടി രൂപ കൊടുത്ത് അമ്മ വീട് വിഷ്ണുവിനോട് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങണം. ഇതായിരുന്നു കോടതി തീരുമാനം. ഞങ്ങൾ ആരുമില്ലാത്ത കുറേ അനാഥർക്ക് എവിടെ നിന്നാണ് ഇത്രയും കാശ്? ഞങ്ങളെല്ലാം 4 മാസം കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ അന്നൊരിക്കൽ വിഷ്ണു അമ്മ വീട്ടിൽ ഞങ്ങളെ എല്ലാവരെയും കാണാൻ വന്നു. കോടതി തന്ന ഈ വിധികളല്ലാതെ അയാൾ ഞങ്ങൾക്ക് മറ്റൊരു ഓഫർ കൂടി തന്നു. ആ ഓഫർ കേട്ട് ഞങ്ങളെല്ലാവരും തകർന്നു പോയി. ഒരു ഭാര്യയും 2 മക്കളും ഉള്ള വിഷ്ണുവിന് അനുപമ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ അവൻ ഈ അമ്മ വീട് ഞങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറാണ്. അത്രയും പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. CV ചാനലിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മോള്.
പാവം, വിഷ്ണുവിൻ്റെ തീരുമാനം കേട്ടപ്പോൾ അവളുടെയും ചങ്ക് പടച്ചിട്ടുണ്ടാവും. അവളിപ്പോൾ അവളുടെ ജീവിതം കൊടുത്ത് ഞങ്ങൾക്കൊരു കിടപ്പാടം ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ്. അവളെ കണ്ടിഷ്ടപ്പെടുന്ന പല ആലോചനകളും എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷേ അവൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല കിരൺ. ആലീസ് അനുപമയുടെ പ്രശ്നത്തിൽ കിരണിനോട് ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു. കിരൺ ആലീസ് പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. വിഷ്ണുവിനെ വിവാഹം കഴിച്ച് കൂടെയുള്ളവരുടെ ജീവിതം സംരക്ഷിക്കാനാണ് അനുപമ തന്നെ മനഃപൂർവ്വം ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അന്നേ ദിവസം കിരൺ അവിടെ നിന്നും തിരിച്ചുപോയി. പോവും വഴിയിൽ തന്നെ കിരൺ വിഷ്ണുവിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു. ആലീസ് ഏറെ സന്തോഷത്തോടെയാണ് അന്ന് അമ്മ വീട്ടിലേക്ക് തിരികെ പോയത്. കിരൺ സാർ വളരെ നല്ല ഒരു മനുഷ്യനാണ്. അവൻ അനുവിന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. 1.25 കോടി രൂപ എന്നുള്ളത് തങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മാത്രമാണ് വലിയ തുക. കിരൺ ആ കടം വിഷ്ണുവിന് കൊടുത്തു വീട്ടിയ ശേഷം വീണ്ടും അനുപമയുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന് അവർ മനസ്സിൽ കണക്കുകൂട്ടി. എന്തു പറ്റി ആൻറ്റി? പുറത്തു പോയി വന്നതിന് ശേഷം നല്ല ഹാപ്പിയാണല്ലോ, അനുപമ ആലീസിനോടായി ചോദിച്ചു. ആലീസ് അവൾക്കടുത്തേക്ക് ചെന്നു. നീ എന്താ വിചാരിച്ചതനു? നീ പറഞ്ഞില്ലെങ്കിൽ ഞാനൊന്നും അറിയില്ലെന്നോ? നീ മൂടിവച്ച എല്ലാ രഹസ്യങ്ങളും ഞാനിന്ന് മനസ്സിലാക്കി. കിരൺ സാർ എന്നെ കാണാൻ വന്നിരുന്നു. ആലീസിൻ്റെ വാക്കുകൾ കേട്ട് അനുപമ അതിശയത്തോടെ അവരെ നോക്കി. എന്താ ആൻറ്റി, സാർ എന്തിനാ ആൻറ്റിയെ കാണാൻ വന്നത്? അവൾ അവരോടായി ചോദിച്ചു. എൻ്റെ അനു, അവനറിയാം നിനക്ക് അവനോട് വലിയ ഇഷ്ടമാണെന്ന്. അതവന് മാത്രമല്ല എനിക്കും അറിയാം. എന്നിട്ടും താനെന്തിനാ അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? അതിന് മറ്റു വല്ല കാരണവും ഉണ്ടോയെന്നറിയാനാ കിരൺ എൻ്റെ അടുത്തേക്ക് വന്നത്. ആലീസും അനുപമയും കിരണിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഗായത്രി ബാലചന്ദ്രനെ അവിടെ നിന്നും ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാത്തിരുന്നു കാണാം ആകാശം. കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.